ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു യാത്രയാണ് കേട്ടോ. കാരണം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. കഴക്കൂട്ടത്ത് ചായ കുടിക്കാൻ പോയത് ഞങ്ങൾ അവിടുന്ന് നേരെ ശംഖുമുഖത്തോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ പെരും മഴ കാരണം നമുക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. അതിൻ്റെ വിഷമത്തിൽ കാറിലിരുന്നതിന് അപ്പോൾ ഒരു തീരുമാനം എടുത്തു, നേരെ വിടാൻ കന്യാകുമാരിയിലെന്ന്. അങ്ങനെ നേരെ വച്ച് വിട്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും 3:30 മണിയായി വെളുപ്പിനെ. ഞങ്ങളൊരു ചെന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ 4:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ കയറി നിന്ന കോലത്തിലാണ് കേട്ടോ എല്ലാവരും പോയത്. കാരണം കഴക്കൂട്ടത്ത് പോകണമെന്നും പറഞ്ഞ് പോയതല്ലേ. പിന്നെ അമ്മ കുളിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് അമ്മ എന്തായാലും അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു. ഞങ്ങൾക്ക് ആ ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വന്നു. പക്ഷേ തൊഴുതിറങ്ങി വന്നു നോക്കുമ്പോഴത്തേക്കും നിറയെ ആൾക്കാരായിരുന്നു അവിടെ മൊത്തം. സൂര്യോദയം കാണാനായിട്ട് ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ നിരാശ തന്നെയായിരുന്നു ഞങ്ങൾക്ക് മൊത്തത്തിൽ. സൂര്യനും വന്നില്ല, ചോദ്യം വന്നില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് സൂര്യോദയം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. അങ്ങനെ നിറയെ ആൾക്കാരും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ അവരൊന്ന് രണ്ട് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്നവരെന്ന് കണ്ണാടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് ഇപ്പം സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ടൈമൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇവരിങ്ങനെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിപ്പോൾ അവിടെ അവരുടെ കാര്യങ്ങളും അവരെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്ന സമയത്ത് അങ്ങനെ ഉദിച്ചിങ്ങനെ വരാൻ തുടങ്ങുന്ന സമയം അപ്പം കാർമേഘങ്ങൾ കൊണ്ട് ഭയങ്കരമായി മൂടി. പ്രതീക്ഷിക്കാത്ത മഴയും അങ്ങ് വന്നു. ഭയങ്കര വിഷമമായി കേട്ടോ. ഞങ്ങൾ ഇത്രയും കാത്തിരുന്നിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമത്തിൽ ഞങ്ങൾ യാത്ര അവിടെ തിരിക്കുന്നുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ പോയത് കൊണ്ട് അത്രയും പോയി വരാൻ പറ്റി എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ, കൂടുതൽ നൈറ്റ് ചെയ്യാനാണ് ഇറങ്ങുന്നത്. ഫാമിലി ആയിട്ട് അങ്ങ് ഇറങ്ങാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം, കാരണം പകൽ എങ്ങനെയായിരുന്നാലും പറ്റത്തില്ല, പാർലറിൽ തിരക്കും കാര്യങ്ങളും ആകുമ്പോൾ. ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ഡിലേ ആവുന്ന കാര്യം അത് തന്നെയായിരുന്നു. തിരക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോലും ഇടാൻ പറ്റാത്ത കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര സുഖമായി തിരിച്ചെത്താൻ പറ്റി. അങ്ങോട്ട് പോയപ്പോൾ കാഴ്ചകളൊന്നും കാണാനും പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ.